ഈസ്റ്റഡേരി ഗ്രാമപഞ്ചായത്തിൽ 2023 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് ഞാൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് കോൺഗ്രസിൻ്റെ DCC പിന്തുണച്ച പി ലാലുവും അതുപോലെ കോൺഗ്രസിൻ്റെ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച 7 അംഗങ്ങൾ പിന്തുണച്ച ഞാനും തമ്മിൽ മത്സരം വന്നു. സ്വാഭാവികമായിട്ട് കോൺഗ്രസിൻ്റെ DCC നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചുകൊണ്ട് തന്നെ CPM എന്നെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ CPMൻ്റെ പിന്തുണയോടുകൂടിയാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. അങ്ങനെ ആയി കഴിഞ്ഞ 15 മാസമായിട്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായി നിഷ്പക്ഷമായി ജനസേവനം നടത്തി വരികയാണ്. ഇപ്പോൾ CPM രാഷ്ട്രീയപരമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അവർ അന്ന് നൽകിയ പിന്തുണ പിൻവലിച്ചു. പക്ഷേ ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ള ആ ദിവസം അല്ലാതെ മറ്റൊരു ദിവസവും ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. 16 വാർഡുകളെയും ഒരേപോലെ കണക്കാക്കി എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് ഞാൻ ഭരണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ CPM പിന്തുണ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ചില ബാലിശമായിട്ടുള്ള ചില ആരോപണങ്ങളുണ്ട്. കെടുകാര്യസ്ഥതയും വികസന മുരൾച്ചയും ഒക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കാതിരുന്നതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വികസനമായി പുറകോട്ടടിക്കുക ഒരു പ്രശ്നമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഈസ്റ്റേരിയയിലും ഫണ്ട് ലഭിക്കാത്തതുകൊണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പിന്നോക്കം പോയിട്ടുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളിലും ലഭിച്ച ഫണ്ടിൽ 91.5% ഫണ്ട് നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. റോഡുകൾ നമ്മൾ പരമാവധി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മികച്ച രീതിയിലുള്ള ഭരണമാണ് ഈസ്റ്റേരിയയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നീട് ഇവർ പറഞ്ഞ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ബാറ്ററി മോഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെക്രട്ടറിയുടെ കസ്റ്റഡിയിലുള്ള, ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലുള്ള പഴയ ആക്രി സാധനമായിട്ട് സൂക്ഷിച്ചിരുന്ന ബാറ്ററി അത് മോഷണം പോയതിനെ കുറിച്ചിട്ട് ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയില്ല. അത് അവർ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ തുമ്പ് കിട്ടിയിട്ടുണ്ട്. അത് രംഗത്ത് കൊണ്ടുവരും. ഏതാണ്ട് 10,000-12,000 രൂപ വിലയുള്ള ഈ ബാറ്ററിയുടെ പേര് പറഞ്ഞിട്ട് ആണ് ഇവർ എനിക്കുള്ള പിന്തുണ പിൻവലിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും കോൺഗ്രസ്സുകാരനായി ജനിച്ച് കോൺഗ്രസ്സുകാരനായി മത്സരിച്ച് ഭരണസമിതി അംഗമായ എനിക്ക് കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഈ ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തുടരാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് DCCയുടെ നേതൃത്വത്തിൽ ഇവിടെ അടിയന്തര യോഗം ചേർന്നു. പുതിയ ഭരണസമിതിയിലെ മുഴുവൻ ആളുകളെയും ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ 12 അംഗങ്ങളാണ് ഭരണസമിതിയിലുള്ളത്. അതിൽ 8 അംഗങ്ങളും പങ്കെടുത്തു. ആ പങ്കെടുത്ത 8 അംഗങ്ങളും ഐക്യകണ്ഠ്യേന എന്നെ പാർലമെൻറ്റ് പാർട്ടി ലീഡറായിട്ട് തിരഞ്ഞെടുത്തു. എൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. അതിൽ നമ്മളെ മെമ്പർമാരായിട്ടുള്ള ഫിലോമിന ജോണി, പ്രശാന്ത് സെബാസ്റ്റ്യൻ, മേഴ്സി മാണി, സിന്ധു ടോമി, തേജസ് ഷിൻഡോ, സോണിയ വേലായുധൻ, ബാലചന്ദ്രൻ തുടങ്ങിയ എല്ലാ മെമ്പർമാരും ഉണ്ടായിരുന്നു. അവർ പൂർണ്ണമായിട്ടും എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭരണ പ്രതിസന്ധിയോ ഭരണ മാറ്റമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്തിൽ ഇല്ല. CPM പിന്തുണ പിൻവലിച്ചത് അന്ന് അവർക്കത് നിവൃത്തിയില്ലാതെ അവർ പിന്തുണ തന്നു. ഇന്ന് നിവൃത്തിയില്ലാതെ അവർ പിന്തുണ പിൻവലിക്കുന്നു എന്നല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയമായി അല്ലെങ്കിൽ മറ്റ് ദൂരവ്യാപകമായ എന്തെങ്കിലും ഫലം ഉളവാക്കുന്ന യാതൊരു പ്രശ്നങ്ങളും ഇല്ല.